ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ Realme GT Neo 3യുടെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ഇടുന്ന സമയത്ത് ഒരുപാടധികം ആൾക്കാർ ചോദിച്ചൊരു ഡൗട്ടാണ്, ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബാറ്ററി ഡ്രെയിനിങ് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി നല്ല രീതിയിൽ ഡ്രെയിൻ ആവുന്നുണ്ടോ എന്നൊക്കെ ഒരുപാടധികം ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിലും ഇതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് 150 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. സോ ആ ഒരു ചാർജർ കൊണ്ട് വലിയൊരു ഉപകാരം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷവോമി പുറത്തിറക്കി അവരുടെ Mi 11 ഹൈപ്പർ ചാർജ് എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് അവരുടെ 120 വാട്ട് ചാർജർ കൊണ്ടുവരുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്താണ് അവർ കൊണ്ടുവന്നത്. സംഭവം പുലി പോലെ വന്നത് എലി പോലെ പോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു സ്മാർട്ട് ഫോൺ അത്രയ്ക്ക് ഗുമ്മു എടുത്തുകൊണ്ടാണ് അവർ ഇറക്കിയത്. പക്ഷേ അത്രയ്ക്ക് വലിയ ഒരു ഹൈപ്പ് ഒന്നും ആ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചില്ല. ഇറങ്ങിയതിന് ശേഷം ഒരുപാടധികം ആൾക്കാർ വാങ്ങിച്ചില്ല. കാരണം അത് Redmi Note 10 Pro Max എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൻ്റെ റീബ്രാൻഡഡ് വേർഷൻ തന്നെയാണ്. ഈ ഒരു വീഡിയോ വളരെ ഷോർട്ടാണ്. കാരണം ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ കാര്യം, അതായത് ബാറ്ററിയുടെയും ചാർജറിൻ്റെയും കാര്യം ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ഷോർട്ടായിട്ടൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം തന്നെ ഇതിൻ്റെ റെഗുലർ വെർഷനും അതോടൊപ്പം നമ്മുടെ 150 വാട്ട്സ് ചാർജർ വെർഷനും കൂടെ നോക്കാം. സോ റെഗുലർ വെർഷൻ നോക്കുകയാണെങ്കിൽ 80 വാട്ട്സിൻ്റെ ചാർജറും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. കുറച്ചുകൂടെ നമ്മുടെ ചാർജർ കൂടിയത്, അതായത് 150 വാട്ട്സിൻ്റെ വേരിയൻറ്റിൻ്റെ അകത്ത് നമുക്ക് 4500 mAh ബാറ്ററിയാണ് വരുന്നത്. സോ ഞാനിതിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് 150 വാട്ട്സ് ചാർജറിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതും ജസ്റ്റ് ഷവോമിയെ പോലെ ഹൈപ്പിന് വേണ്ടി ഇറക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. 80 വാട്ട്സിൻ്റെ ചാർജർ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ധാരാളമാണ്. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 80 വാട്ട്സിൻ്റെ ഒരു ചാർജറുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. കാരണം ഇതിനകത്ത് 5000 mAh ബാറ്ററി ഉണ്ട്. ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് ലഭിക്കും. മറ്റേ ഫോണിൻ്റെ അകത്ത്, അതായത് ഇതിൻ്റെ റെഗുലർ വെർഷനേക്കാളും കുറച്ചുകൂടെ കൂടിയ വെർഷൻ്റെ അകത്ത് നമുക്ക് 4500 mAh ബാറ്ററി ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 80 വാട്ട്സിൻ്റെ ആയിരിക്കും. കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് കൺസിഡർ ആയിട്ട് ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യാനും കുറച്ചുകൂടെ നല്ലത് 80 വാട്ട്സ് ആയിരിക്കും. നമുക്ക് വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് 80 വാട്ട്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. എനിക്കറിയാം ഇതൊരു ഷോർട്ട് വീഡിയോ ആണെന്ന്. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം.